ഭരണകക്ഷിയിലെ ജനപ്രതിനിധികളെ തിരഞ്ഞെടുക്കാൻ കേരളത്തിലെ ജനങ്ങൾ, ആറ്റിങ്ങലിലെ ജനങ്ങൾ തീരുമാനമെടുക്കും. അത് വിവേകപൂർവം അവരുടെ വോട്ടവകാശം വിനിയോഗിക്കും എന്നുള്ള പ്രതീക്ഷയാണ് എനിക്കുള്ളത്. അല്ലേ, ഈ വികസിത സങ്കല്പ യാത്രയല്ല, 10 വർഷക്കാലത്തെ വികസനം. കേരളത്തിൽ 4 ലക്ഷം സഹോദരിമാർക്ക് സൗജന്യ ഗ്യാസ് കണക്ഷൻ കിട്ടി. 35 ലക്ഷം വീടുകളിൽ കുടിവെള്ളം കിട്ടി. കേരളത്തിൻ്റെ 680 കിലോമീറ്റർ ദൂരത്തിൽ 6 വരി പാത 45 മീറ്റർ വീതിയിൽ ഒരുങ്ങിക്കൊണ്ടിരിക്കുന്നു. കേരളത്തിലെ ലക്ഷക്കണക്കിന് ആളുകൾക്ക് വീട് കിട്ടി. അങ്ങനെ എണ്ണിയാലൊടുങ്ങാത്ത വികസനത്തിൻ്റെ പ്രയോജനം, ആ പ്രയോജനം കേരളത്തിലെ ജനങ്ങൾക്ക് കിട്ടി. അതിനാണ് തെരഞ്ഞെടുപ്പ്. ആറ്റിങ്ങലെ സംബന്ധിച്ചിടത്തോളം ആറ്റിങ്ങലിന്റെ മണ്ഡലങ്ങൾ, നിയമസഭാ മണ്ഡലങ്ങൾ ഇതൊക്കെ പരിശോധിക്കുമ്പോൾ BJPക്ക് എന്ത് സാധ്യതയാണുള്ളത്? നിയമസഭാ തെരഞ്ഞെടുപ്പിലെ കഴിഞ്ഞ കാലത്തെ വോട്ടെടുപ്പിൽ തീരുമാനമെടുത്ത ആളുകൾ അതിൽ പശ്ചാത്തപിക്കുന്നവരാണ് എന്നാണ് കഴിഞ്ഞ 3 വർഷക്കാലത്തെ ഭരണം, ആ ഭരണം നോക്കിയിട്ട് അതിനോട് പ്രതികരിച്ചിരിക്കുന്ന ജനങ്ങൾ വിലയിരുത്തുന്നത്. അതുകൊണ്ട് അവരുടെ പശ്ചാത്താപം ഈ തെരഞ്ഞെടുപ്പിൽ വോട്ടാകും. മാത്രമല്ല, ആദ്യമായിട്ട് കഴിഞ്ഞ എത്രയോ ദശാബ്ദങ്ങൾക്കിടയിൽ ആദ്യമായിട്ട് തെരഞ്ഞെടുപ്പിൻ്റെ ദേശീയ തലത്തിലുള്ള വിലയിരുത്തൽ ഫലം എന്തായിരിക്കും എന്നുള്ളത് ഏതാണ്ട് വ്യക്തമായിട്ടുള്ളൊരു തെരഞ്ഞെടുപ്പ് എത്രയോ കാലങ്ങൾക്ക് ശേഷം നടക്കുകയാണ്. കേരളത്തിലെ ജനങ്ങൾ ആ വികസനത്തിനോടൊപ്പം നിൽക്കാൻ ആഗ്രഹിക്കുന്നുണ്ടോ ഇല്ലയോ എന്നുള്ള ഒരു തീരുമാനം, പ്രതിപക്ഷത്തിരിക്കുന്ന MP-മാരെ തിരഞ്ഞെടുത്തേക്കണമോ, ഭരണപക്ഷത്ത് നിന്നുകൊണ്ട് വികസനം ആ മണ്ഡലത്തിൽ കൂടി, ആറ്റിങ്ങൽ മണ്ഡലത്തിൽ കൂടി പ്രാവർത്തികമാക്കാൻ കഴിയുന്ന ഒരാൾ വേണോ എന്നുള്ളത് തീരുമാനിക്കാൻ ആറ്റിങ്ങലിലെ ജനങ്ങൾ തയ്യാറാകും, സന്നദ്ധരാകും എന്നുള്ള ഒരു പ്രതീക്ഷയാണ് എനിക്കുള്ളത്. അനിൽ ആന്റണി തീർച്ചയായിട്ടും ഇപ്പൊ പ്രഖ്യാപിക്കപ്പെട്ടിട്ടുള്ള എല്ലാ സ്ഥാനാർത്ഥികളും, ഭാരതീയ ജനതാ പാർട്ടിയുടെ NDAയുടെ മുഴുവൻ സ്ഥാനാർത്ഥികളും വിജയപ്രതീക്ഷ നൽകുന്ന സ്ഥാനാർത്ഥികളാണ്.